ഓക്കെ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം കുണ്ടേഷ് ഏട്ടന്റെ ഒരു വലിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരുപാട് നഗ്ന സത്യങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാനുണ്ട്. അതായത് ലുലു മാളിൽ നിന്നും എന്തോ ഒന്ന് കട്ടു എന്നൊരു കാര്യവും, അത് കട്ടിട്ടില്ല, ഞാൻ ബില്ലടച്ചിട്ടുണ്ടായിരുന്നു, ബില്ലിതാ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു എന്നൊരു കാര്യവും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കുണ്ടേഷ് ഏട്ടൻ വളരെ മനോഹരമായിട്ട് അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ. പക്ഷേ എന്താണ് സത്യം? അവിടെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പരിപ്പുവട കളവ് മാത്രമല്ല ലുലുമാളിൽ നടന്നത്. വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല കളവുകളും കുണ്ടേശേട്ടൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും തിരിച്ചങ്ങോട്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ലോക്കഡ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തേക്ക് വരുന്നു. ഈ വീഡിയോ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പരമാവധി ശ്രമിക്കുക. എന്തായാലും നമുക്ക് കുണ്ടേശേട്ടന്റെ ആ ലീലാവിലാസങ്ങളിലേക്ക് അങ്ങ് കടക്കാം. ഈ കള്ളനായി ലുലുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കളവ് നടത്തി പിടിച്ചു എന്ന് പറഞ്ഞില്ല ഫഹദെ. ഇത് ഫഹദിനോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം വിശദമായിട്ട് ഫഹദിനോട് പറയാം. ഇവൻ കളവ് തുടങ്ങിയത് അന്നത്തെ ആ ഒരു വടയോട് കൂടിയുള്ള തുടങ്ങിയ കളവല്ല ഫഹദെ. ഇവൻ കളവ് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. അവിടെ എന്നാണോ ഈ പെർഫ്യൂമിന്റെ ഷോപ്പ് വന്നത് അന്ന് മുതൽ ഇവൻ അവിടുന്ന് കളവ് നടത്തുന്നുണ്ട് ഫഹദെ. വല്ലാഹി അവൻ അന്ന് മുതൽ അവിടുന്ന് കളവ് നടത്തുന്നുണ്ട്. ലോകത്ത് ഇത്രയും വിശാലമായ ഒരു മനുഷ്യൻ, അയാളും അയാളുടെ സ്ഥാപനവും വലിയൊരു വിശാലമായ മനസ്സായതുകൊണ്ട് ഈ നായിനെ ജയിലിന്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല. അറിയോ ഈ കഥ? ഇവൻ വർഷങ്ങളോളം കളവ് നടത്തി. 1-2 ദിവസമല്ല, ഒരു 2 റുപ്യന്റെ വട ഉള്ളെന്ന് തിന്നിട്ടല്ല. ഇവന്റെ ഐഡിയ എന്താണെന്നറിയോ? ട്രോളി നിറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഇടും. ഇവൻ കക്കുന്നത് മുഴുവനും കോസ്മെറ്റിക്സ് ആണ്, ക്രീം ഐറ്റംസുകൾ കംപ്ലീറ്റ് കട്ടിട്ട്. ഈ നായി എന്ത് പണിയെന്നറിയോ? നേരെ ചായ കുടിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് ഈ ചായ കുടിച്ച ബില്ല് കയ്യിൽ വെക്കും. മനസ്സിലാക്കണം അവന്റെ ബുദ്ധി. സെക്യൂരിറ്റി ബില്ല് കാണുമ്പോൾ സെക്യൂരിറ്റി എന്ത് വിചാരിക്കും? അവൻ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ആളാണെന്ന്. മനസ്സിലായോ? അങ്ങനെ വർഷങ്ങളോളം കളവ് നടത്തിയിട്ടുണ്ട്. 1-2 ദിവസമൊന്നുമല്ല. അങ്ങനെ CCTV പല പ്രാവശ്യം ഇവൻ വന്നും പോയതും ഇവന്റെ മാസങ്ങളോളമുള്ള അവന്റെ ഡാറ്റ എടുത്ത് ഇവൻ ചെക്ക് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ദിറംസിന്റെ സാധനം അടിച്ചു മാറ്റി പോയടാ. എന്നാലും എന്റെ കുണ്ടേഷേട്ടൻ ആള് പൊളിയാണല്ലോ. നമ്മൾ കേട്ട ആ തുളയില്ലാത്ത വടയുടെ കഥയില്ല, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന കഥയൊക്കെയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ കുണ്ടേഷേട്ടാ, നിങ്ങൾ ആള് പൊളിയാണ് കേട്ടോ. ഇനി നഗ്ന സത്യങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു തീവണ്ടി തന്നെയാണ്, തീവണ്ടി തന്നെ. ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോന്നായിട്ട് ഓരോ ദിവസം നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് വിടാന്നുള്ളതാണ്. ഇവിടെയുള്ള ജനങ്ങളെ പറ്റിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക, അതും സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ വാരി വിതറി കൊടുക്കുക. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊക്കെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്? നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇതേ ഗതി വന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പൊ വേറൊരു കുണ്ടേഷേട്ടനും കൂടി ഇല്ലേ, നമ്മളെ പാലക്കാടുകാരെ, ആ താടി പിന്നാലെ ഒട്ടിപ്പിടിച്ച് നടക്കുന്ന ആ ഒരു സാധനം. അവന്റെയൊക്കെ ആ കഥ കേട്ട നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഇന്റർവ്യൂവും തേങ്ങി മാങ്കറാനെ അടുപ്പിക്കുന്നില്ലേ, അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് നഗ്ന സത്യങ്ങള് ഉണ്ട്. പറഞ്ഞുതരാം, അതൊക്കെ അടുത്തേല്. നമുക്ക് എന്തായാലും ആ ഒരു കളവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് വ്യക്തമായിട്ടൊന്ന് കേൾക്കാം. ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഐ ആം എ സെലിബ്രിറ്റി. സെക്യൂരിറ്റിനോട് പറയാണ്, ഐ ആം എ സെലിബ്രിറ്റി, സീ മൈ ഇൻസ്റ്റഗ്രാം, സീ മൈ ടിക്ടോക്ക്, വാട്ട് യു തിങ്ക് ഐ ആം എ സെലിബ്രിറ്റി എന്ന്. അങ്ങനെ സെക്യൂരിറ്റി പിടിച്ച് റൂമിൽ കൊണ്ടിട്ട് ഭീഷണിപ്പെടുത്തി അടിച്ച് ചേളം പിടിച്ച് തിരിക്കാൻ നേരത്തോൻ പറഞ്ഞ് അവനൊരു മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. മെന്റലി ഡിസോർഡർ ആകുമ്പോൾ മറവി സംഭവിക്കുന്ന ഇവൻ പറഞ്ഞ്. അങ്ങനെ മറവി സംഭവിക്കുന്നതുകൊണ്ടാണ് എന്റെ പൊന്നാര മോനെ ഇവനോട് വെറുതെ വിട്ടതാ. ഒരു മെന്റൽ പേഷ്യന്റിനെ പിടിച്ച് ജയിലിടുന്നത് തെറ്റല്ലേ കേസ് കൊടുക്കുന്നത്? അവരുടെ വക്കീലും അവരുടെ ആരെ അറിയിക്കാതെ മാനേജ്മെന്റ് സോൾവ് ചെയ്ത് ഇവനെ വെറുതെ വിട്ടതാ. അതെ, ഈ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തലയിലേക്ക് അത് കയറുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ചൊക്കെ കുണ്ടേഷേട്ടന്റെ പല ഇന്റർവ്യൂകളും പല റീൽസുകളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ആലോചിച്ച് നോക്കിയേ. അതേപോലെ ആരെങ്കിലും ഒക്കെ മൈക്കേറ്റ് ചെല്ലുമ്പോഴത്തേനും പറയുന്ന ആ ഒരു മണഗുണാഞ്ചിത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊട്ടത്തര വിളിച്ചു പറയുള്ളൂ. പൊട്ടത്തര ആരോ പറഞ്ഞതും കേട്ട് ജമ്പറും പാവാടിട്ട് നടന്നതാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി ആണായിരുന്ന്, ആ ആണായിട്ട് തന്നെ നടന്നിരുന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ പാലക്കാട് കുണ്ടേഷേട്ടന്റെ രംഗപ്രവേശനം. കുണ്ടേഷേട്ടന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പയ്യൻസിനോട് മാത്രമാണ് താല്പര്യം എന്നുള്ളതാണ്. എന്നാൽ അത് എങ്ങനെയെങ്കിലും എല്ലാവരോടും താല്പര്യമുള്ളൊരു സാധാരണ ആണാണ് ഇവൻ എന്ന് പറയാൻ വേണ്ടി കുണ്ടേഷേട്ടൻ ഇന്റർവ്യൂകൾ കിടന്ന് കുത്തിമറന്ന് നമുക്ക് കണ്ടില്ലേ, കുറ്റിപ്പുറം കുണ്ടേഷേട്ടൻ. അതാണ് സത്യസന്ധമായി പറയണമെന്നുണ്ടെങ്കിൽ പാലക്കാട് കുണ്ടേഷേട്ടന് പയ്യന്മാരോടായിരുന്നു താല്പര്യം മൊത്തം. എന്നാല് നമ്മളെ മറ്റേ കുറ്റിപ്പുറം കുണ്ടേഷേട്ടന് ആരെ കിട്ടിയാലും കൊള്ളാം എന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്പോ അടിയിൽ മണിയുണ്ട്, മുകളിൽ എറന്തോ സാധനം ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നേ. അപ്പൊ ഒന്നാമത്തെ ഭാര്യയെ ആദ്യ കല്യാണം കഴിച്ച പെണ്ണ് ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവന് ഈ മണിക്കുലുക്കത്തിന്റെ കൂടെ കൊല് കളിക്കണം. അപ്പൊ എന്താക്കി,
അവരെ ഒഴിവാക്കിയിട്ട് നേരെ ഇവന്റെ കൂടെ അങ്ങ് കൂടി എന്നുള്ളതാ. എന്നാലോ പാലക്കാട് കുണ്ടേശേട്ടൻ വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുറച്ചു കാലം ഇങ്ങനെ നടക്കാന്നുള്ളതാ. കുടുങ്ങിപ്പോയി. ഈ നായപ്പണി കേട്ടിട്ടില്ലേ, നായപ്പണി, അതേപോലെ അങ്ങ് കുടുങ്ങിപ്പോയി. എടുക്കാനും പറ്റുന്നില്ല, ഇനി എടുത്താച്ചാ നാറിയിട്ട് നിൽക്കാനും പറ്റില്ല. സോറി, വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നു. അപ്പോ എന്താ ഐഡിയ എന്ന് ആലോചിച്ചൊക്കെ, അവിടുന്ന് ഏതെങ്കിലും ഒരു ചായ കുടിച്ച ബില്ല് കയ്യിൽ വെക്കും. ആ ബില്ല് ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഉന്തുവണ്ടി നിറച്ച് മറ്റേ സാധനങ്ങളാ, കോസ്മെറ്റിക് ഐറ്റംസ് അത്രേ. അതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ സെക്യൂരിറ്റി നോക്കുമ്പോ ആ ബില്ലുണ്ടല്ലോ, പൊക്കോ എന്ന് പറയും. അങ്ങനെ ഒരുപാട് കട്ടു എന്നാ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കഥയിലെ ആളുകൾ ആരൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഞാൻ ഇനി ആ പേരൊന്നും പറയുന്നില്ല, ബാക്കി കേട്ടാട്ടെ. ഭയങ്കര ബുദ്ധിയുള്ള ബുദ്ധിമാന ഇവന് ആണും പെണ്ണും കേട്ട നായി ആയിക്കോട്ടെ, പക്ഷെ വേറൊരാളെ മുതലെന്തിനാ കേൾക്കുന്നത്? ഇവനെതിരെ നാട്ടിലൊരു കേസ് ഫയൽ ചെയ്യാൻ പറയണം. ലുലു ഗ്രൂപ്പിനോട്. പക്ഷെ ഒരു കേസ് ഫയൽ ചെയ്യൂല. കാരണം എന്താണെന്നറിയോ? സോൾവ് ചെയ്ത് വിട്ടത്. സോൾവ് ചെയ്ത് വിട്ടത് കൊണ്ട് മാത്രമല്ല, വെറുതെ എന്തിനൊരു കുണ്ടേശേട്ടനെ തല്ലിയിട്ട് നാണക്കേട് ഉണ്ടാക്കണം എന്ന കാരണം കൊണ്ടാവും എന്നുള്ളതാ. അവനോ ഉളുപ്പോ ഉസിരൊന്നുമില്ല. അവൻ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നാണം കെടുത്തിയിട്ടും സ്വന്തം ഫാമിലിയെ നാണം കെടുത്തിയിട്ടും കൂടെ കൂട്ടിയ കുണ്ടേശേട്ടന്റെ ഫാമിലിയെ നാണം കെടുത്തിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ ജൈത്രയാത്ര എന്നുള്ളതാണ്. ഇവിടെ ഈ കമന്റ് ഇടുന്ന ആളുകളില്ലേ, ഈ കുണ്ടേശേട്ടന്റെ അടുത്ത് പോയിട്ട് കമന്റ് ഇടുന്ന ഇവര്, ഈ കമന്റ് ഇടൽ നിർത്തിയാല് പരിപാടി അവസാനിച്ചു. അതേപോലെ ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളും ഈ പരിപാടി അവസാനിപ്പിച്ചാല് കുണ്ടേശേട്ടൻ പാലത്തിന്റെ അടിയിലേക്ക് തന്നെ പോകേണ്ടി വരും. പണ്ട് കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിലെ കഥകളൊക്കെ കുറ്റിപ്പുറം ഗ്രൗണ്ടിൽ ഇറങ്ങി ചോദിച്ചാൽ ആളുകൾ പറഞ്ഞു തരും. പലപ്പോഴായിട്ട് പല ആളുകളും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. സോറി, നമ്മൾ വീണ്ടും ആ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നു അല്ലേ. ബാക്കി ശബ്ദ സന്ദേശം കേട്ടാട്ടെ. ഇവനെ പിടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ. അപ്പം ഭയങ്കര പിടിച്ചു കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രശ്നക്കായിരുന്നു അവിടെ. ഷാർജ മൊബൈല ലുലുവിലുള്ള ക്രീം മുഴുവനും ഇവൻ അടിച്ചു മാറ്റിപ്പോയി. എന്താ ചെയ്യാ? ആരും ഇതിപ്പോ ന്യൂസ് പുറത്തു വിടുന്നില്ല. അവന് വർഷങ്ങളായിട്ട് കട്ട കാര്യം ആരും അറിയിക്കുന്നില്ല. അവൻ പറയുന്നത് ഏതോ ഒരുത്തനുണ്ട് എന്നോട് വാശി തീർക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പച്ച കളവാ. ഇവൻ കട്ടത് അവന്റെ ഉമ്മ ഇന്റർവ്യൂവിൽ പറയുന്നില്ലേ, അവൻ കളവ് നടത്തിയിട്ട് അവന് മറവിയുടെ സുക്കടുണ്ട് എന്നാണ് അവൻ അവരോട് പറഞ്ഞത്. ശരിയാണത്, വളരെ സത്യസന്ധമായിട്ടുള്ളതാണ് ഉമ്മ പറഞ്ഞത്. അവൻ എനിക്ക് മറവിയുടെ സുക്കട ഉണ്ട് എന്ന് ഇവൻ പറഞ്ഞു പറഞ്ഞില്ലേ, ശരിയാണത്. അവൻ കളവ് നടത്തിയവനാ നളനായി. എന്താലേ, എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് കുണ്ടേശേട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ദുബായിലോട്ട് ഇനി പോകാൻ കഴിയും, എനിക്ക് ആ കാർഡ് കിട്ടിയിട്ടില്ല, ആ കാർഡ് കിട്ടിയാൽ എന്നെ പാസ്പോർട്ട് ഇങ്ങനെയൊക്കെ തേങ്ങയൊക്കെ മാങ്ങയൊക്കും. എന്റെ പൊന്ന് പ്രവാസികളെ, നിങ്ങൾ എല്ലാവരും ഒരു മുസ്ലിം രാജ്യത്താണല്ലോ ജോലി എടുക്കുന്നത്. ആ ഒരു മതവിശ്വാസ പ്രകാരം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇത് ഇങ്ങനെയല്ല അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഷെയ്ഖുമാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതൊന്ന് അവസാനിപ്പിച്ച ഇങ്ങക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ നാണം കെടും എന്നുള്ളതാ. വീണ്ടും വരും പഴയ പോലെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ഒന്നും അറിയാത്ത കുറെ പാവങ്ങളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഓരോ നുണക്കഥകൾ, ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ നുണക്കഥകൾ പടച്ചു വിട്ടിട്ട് പല ആളുകളുടെയും ലൈഫ് കളയുക. നിലവിലൊരു കുണ്ടേശേട്ടന്റെ ലൈഫ് കളഞ്ഞു, പാലക്കാട് കുണ്ടേശേട്ടൻ. മലപ്പുറം വേസ്റ്റ്, പാലക്കാട് വേസ്റ്റ്, നിങ്ങൾ കേട്ടിട്ടില്ല ആ വീഡിയോ? അതേപോലെ വേസ്റ്റുകളാണ് ഞങ്ങളെ ജില്ലയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം എന്ന നാടിന്റെ മഹത്വം പോലും കളഞ്ഞു കുളിക്കുന്ന ഇങ്ങനെയുള്ള കുണ്ടേശേട്ടനെ എന്ത് പറയണം. ഞാൻ കുറ്റിപ്പുറംകാരന്റെ അഭിമാനത്തോട് കൂടി പറയും, തേങ്ങാക്കൊലക്കാരനല്ല നീ, കാര്യമല്ല നീ, രണ്ടിന്റെ ഇടയിൽ കിടക്കുന്നവരെ കൂരി എന്ന് പറയുന്ന ഒരു കൂരി. അപ്പൊ നുണകൾ കൊണ്ടൊരു ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ കുണ്ടേശേട്ടൻ, കുറ്റിപ്പുറം കുണ്ടേശേട്ടൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സമ്മതിച്ചു പോയി കേട്ടോ. ഇവിടെ ഇപ്പോ പാലക്കാട് കുണ്ടേശേട്ടന്റെ ഫാമിലി ഭയങ്കര വിഷമത്തിലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മകനെ തിരിച്ചു കിട്ടണം, പരമാവധി പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ കുറ്റിപ്പുറം കുണ്ടേശേട്ടൻ പോയിട്ട് കൂടോത്രം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തൊക്കെയാണ്. അതിനിടയിൽ ഏതോ ഒരു വ്ളോഗറെ വിളിച്ചിട്ട് അവർക്ക് ഒരു സാധനം തുറന്നു കാണിച്ചു കൊടുക്കുന്നു. ഞാൻ അങ്ങനെ ഒന്നല്ല തുറന്നു കാണിച്ചു, ഞാൻ ഇങ്ങനെയാണ് തുറന്നു കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അടുത്ത എക്സ്പ്ലനേഷൻ വരുന്നു. എന്തായാലും ഗൾഫിൽ നിന്നും അടിച്ചോടിച്ചതാണ് എന്നുള്ള കഥയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ബാക്കി കഥകള് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നോക്കിയാലാ, നീട്ടി പോണ്ടല്ലോ. അപ്പൊ അടുത്തതിൽ പറയാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.